ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓലയുടെ ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാം. ഓലയുടെ ഫീച്ചറല്ല, ഓലയുടെ നെഗറ്റീവാണ്. ഞാൻ ഒരു ഓലയുടെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓലയുടെ X+ എന്ന് പറയുന്ന ഒരു വെർഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓഫായി പോവുകയും അതേ സമയത്ത് തന്നെ പിന്നെ നമുക്ക് ഓണാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ കമ്പനിയിൽ നിന്ന് ആളെ വിളിച്ചിട്ടാണ് അത് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് അത് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആ കമ്പനി കൊണ്ട് കൊടുത്തപ്പോൾ അവർ ജസ്റ്റ് സീറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തുള്ള ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് വയറെടുത്ത് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഓണായി വന്നു. നമ്മുടെ പഴയ ഫോണിലൊക്കെ സംഭവിക്കുന്ന പോലെ ബാറ്ററി ഊരിയിട്ടിടുക എന്ന പോലെ ബാറ്ററിയുടെ കണക്ഷനാണ് അവിടെ വിച്ഛേദിച്ചതിന് ശേഷം കണക്ട് ചെയ്യുന്നത്. അതാണ് മെയിൻ സംഭവം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ ആ ഓലയുടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ X+ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് സ്ക്രീനൊന്നും ഇല്ലാത്ത ഒരു ഐറ്റം വണ്ടിയാണ് അവരുടെ ബേസ് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓണാകാൻ പറ്റില്ല, അങ്ങനെ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒഴിവാക്കുക. അത് നമ്മൾ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഡിസ്കണക്ട് ചെയ്യുക, ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തിടുക. എന്നിട്ട് നമ്മുടെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ എല്ലാ പ്രോസസ്സും നമ്മുടെ വണ്ടിയുടെ കീ വഴി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കീ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ പാസ്വേഡൊക്കെ അടിക്കുന്ന കീ വഴിയാണ് ആ വണ്ടിക്ക്. അപ്പോൾ ആ ബട്ടൺ വഴി തന്നെ എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലാതെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പ്രശ്നം മാറും. ആദ്യമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം വന്നത് 600 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. അപ്പോഴേ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ സീറ്റ് ഇളക്കി ആ വയർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ആ പ്രോബ്ലം മാറി. പിന്നെ അതൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് അതങ്ങനെ സംഭവിച്ചായിരുന്നു. അപ്പോഴും ഞാൻ തന്നെ സീറ്റ് ഇളക്കേണ്ടി വന്നു. അപ്പോൾ കീ ഇല്ലാത്തത് കൊണ്ട് സീറ്റ് ഇളക്കേണ്ടി വന്നു ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രശ്നമില്ലാതെ പോയി. ആ സമയത്തൊന്നും ഞാൻ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരു 1800 കിലോമീറ്റർ 2000 കിലോമീറ്ററിനകത്തായപ്പോൾ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണെങ്കിൽ അത് വീണ്ടും ഇതേപോലെ ഹാങ് ആയി ഓഫായി പോയി വണ്ടി. അപ്പോൾ ഞാൻ അന്നിച്ച് കഷ്ടപ്പെട്ടായിരുന്നു, ലോക്കൊക്കെ ഇളക്കാനൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. പിന്നെയും സീറ്റ് ഇളക്കിയിട്ട് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ വീണ്ടും ഓണായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇത്രയും കാലം ഞാൻ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തത്. അപ്പോഴേനെ ഒരു 10-30 കിലോമീറ്ററിനകത്ത് തന്നെ എനിക്ക് വീണ്ടും വണ്ടി ഓഫ് ആവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം 7000 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതുവരെ അതിനുശേഷം ഞാനൊരു 2000 സംതിങ് ആയപ്പോൾ ആപ്ലിക്കേഷൻ ഡിസ്കണക്ട് ചെയ്തതാണ്. ബ്ലൂടൂത്തുമായിട്ടുള്ള കണക്ഷനെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇതുവരെ വണ്ടി ഹാങ് ആയി ഓഫ് ആയിട്ടില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഓഫാവുന്ന പ്രശ്നമുണ്ട്, കീ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സീറ്റ് ഇളക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ആപ്ലിക്കേഷനോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് അത് സക്സസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക, വളരെ ഉപകാരപ്പെടും. X+ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് ഇപ്പോൾ ടച്ച് സ്ക്രീന് ഉള്ള വണ്ടി യൂസ് ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി X+ ഉള്ള വണ്ടി, ഈ ചാവി ഇല്ലാത്ത വണ്ടിക്കൊക്കെ ഇത് വലിയ ഉപകാരമായിരിക്കും. നമ്മുടെ വണ്ടിയുടെ ബ്ലൂടൂത്ത് ഒക്കെ ഡിസ്കണക്ട് ചെയ്താലും നമുക്ക് വണ്ടിയുടെ എത്ര ചാർജ് ഉണ്ട്, ഇപ്പോൾ ചാർജ് ആവുന്നുണ്ടോ, ഫുൾ ചാർജ് ആയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. കാര്യം അതിനകത്ത് നമ്മുടെ X+ ഓലയുടെ വണ്ടിക്കകത്തൊക്കെ ഒരു ജിയോ സിം ഘടിപ്പിച്ചിട്ടുണ്ട്. മാസം 400 MB 200 MB മാത്രമാണ് അതിൽ നെറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ചാർജ് ചെയ്യുന്നത്. അതിനും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഈടാക്കിയിട്ടുണ്ടായിരിക്കും അവർ. അപ്പോൾ അങ്ങനെ ഒരു സിം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ വണ്ടിയിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ അറിയാൻ സാധിക്കും. നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷനുമായിട്ടുള്ള ബന്ധം സ്കൂട്ടറുമായിട്ട് അത് വിച്ഛേദിക്കുക. അപ്പോൾ അത് ആപ്ലിക്കേഷൻ കണക്ഷൻ
എടുക്കാതിരിക്കുക. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ വിട്ടു വയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇനി നമുക്ക് ഇനി അപ്ഡേഷനൊക്കെ വരുമല്ലോ, നമ്മുടെ ഈ സ്കൂട്ടറിൻ്റെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇത് കണക്ട് ചെയ്ത് നമുക്ക് അപ്ഡേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്യുക. ചിലപ്പോൾ പുതിയ അപ്ഡേഷനിൽ ഈ ബഗ് കാണത്തില്ല. കാര്യം ഈ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം എൻ്റെ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. 2000 കിലോമീറ്റർ ചെയ്യുന്നത് ഇപ്പോൾ 7000 സംതിങ് കിലോമീറ്റർ ആയിട്ടുണ്ട്, ഏകദേശം 8000 അടുപ്പിച്ചായിട്ടുണ്ട്. ഇതുവരെ ആ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ട് വിജയിക്കും.